അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി സഹകരിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം ഇതുവഴി ഒരു വ്യാപാര യുദ്ധം ഒഴിവാക്കാൻ കഴിയും. രണ്ട് രാജ്യങ്ങളും ചേർന്ന് ഏകദേശം 18,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഈ എണ്ണം ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ട്രംപിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അനധികൃത കുടിയേറ്റം തടയുക എന്നത്. അദ്ദേഹം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ US-മെക്സിക്കോ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ നമ്മുടെ രാജ്യത്തിന് പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് സ്റ്റുഡന്റ് വിസകളും H-1B വിസകളും സംരക്ഷിക്കപ്പെടണം. 2023-ൽ നൽകിയ 3,86,000 H-1B വിസകളിൽ 2/3 ഇന്ത്യക്കാർക്കായിരുന്നു. ഇതിനൊപ്പം തന്നെ മോദി സർക്കാർ തായ്വാൻ, സൗദി അറേബ്യ, ജപ്പാൻ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി കുടിയേറ്റ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ അമേരിക്കയുമായുള്ള സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായ രൺധീർ ജയ്സ്വാൾ പറയുന്നത്, അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികൾ നിയമപരമായ കുടിയേറ്റത്തിനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാർ വെറും 3% മാത്രമാണ്. മെക്സിക്കോ, വെനസുവേല, ഗ്വാത്തമാല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ. പക്ഷേ വടക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അവിടെ പിടിക്കപ്പെടുന്നവരിൽ ഏകദേശം 25% പേരും ഇന്ത്യക്കാരാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 2022-ൽ ഏകദേശം 2,20,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ ഖാലിസ്ഥാൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെയും നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ നീക്കം ശരിയാണോ? കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ജിയോപൊളിറ്റിക്കൽ വീഡിയോസ് കാണുന്നതിനായി മലയാളി ഇൻസൈഡർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.